അന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വാങ്ങിയതാണ്. ചില്ലറ വില 1000ന്റെ അടുത്ത് ഉറുപ്പുണ്ട്. കാരണം 300 അടുത്ത് തന്നെയാണ് ഒന്നിനെ കൊള്ള നോക്കുകയാണെങ്കിൽ. അപ്പൊ ആ കോലത്തിൽ ഓളോട് പറയാ ജയതോട് വാങ്ങിക്കൊണ്ടിരുന്ന അന്നോടുള്ള സ്നേഹം കൊണ്ടെന്ന് ഓളോടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് മനസ്സിലാക്കും, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതിന്റെ പേരിൽ ഞാൻ അല്ലാഹു തആലക്ക് 1000 കൊല്ലം തപസ്സിരിക്കേണ്ടി വരും. മീഡിയം വിലക്ക് വാങ്ങിയത് കുറച്ചും കൊണ്ട് ക്വാളിറ്റി കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുമോ? എന്നാൽ നമുക്കത് അനുവദനീയമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കണ്ടാലും ചീത്ത പറയേണ്ടവരല്ല ഭാര്യമാർ, എന്തു കണ്ടാലും വക്കാണം കൂടേണ്ടവരല്ല ഭാര്യമാർ, നിന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിചാരേണ്ടവരല്ല ഭാര്യമാർ, അവര് പാവങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങള് പറഞ്ഞില്ലേ, പരിശുദ്ധമായ ഹബീബായ നബിതങ്ങള് വഫാത്തോട് അനുബന്ധമായി കിടക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്തുകളെ ഒരുമിച്ച് കൂട്ടിയ നബിതങ്ങളുടെ വസിയ്യത്ത് എന്താ? നിങ്ങളെ പരിപൂർണമായി നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിങ്ങളെ കളാക്കരുതെന്ന് പറഞ്ഞ ഹബീബായ നബിതങ്ങളെ രണ്ടാമത് കൊടുക്കുന്ന വസിയ്യത്ത് എന്താ? അല്ലാഹ അല്ലാഹ ഫിന്നിസാ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ പ്രത്യേകം സൂക്ഷിച്ചോളണോ, ഭാര്യമാരെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്തോളണോ. ഫഇന്നഹുന്ന അവാനു ഫീ അയ്ദീകോ, അത് നിങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് സ്വത്താണ് സ്വഹേബ. അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തരുത്, അവരെ നിങ്ങൾ ആക്രമിക്കരുത്, അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരോട് നിങ്ങൾ പിണങ്ങരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങാനും പിണങ്ങേണ്ട അവസ്ഥയുണ്ടെങ്കിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അത് സ്വന്തം റൂമിൽ വെച്ചിട്ട് മാത്രമേ പിണങ്ങാൻ പറ്റുള്ളൂ. നീ പിണങ്ങിയ ആ ഒരു കാര്യം നാട്ടുകാരറിയാൻ പാടില്ല. ഞാൻ എന്റെ കെട്ടിയോളോട് പിണക്കമാണെന്ന വർത്തമാനം നീ നിന്റെ കൂടെയുള്ളവളോട് പറയാൻ പാടില്ല. കല്യാണത്തിന് പോയി രണ്ടാളോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പിണക്കം നടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നടക്കുമ്പോ ആരായാലെന്ന് സംശയിക്കും. അതെന്തേ മുണ്ടാണ്ട് നടക്കുന്നത് തെറ്റാണോ? അങ്ങനെ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തില് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രകടമാകുന്ന പിണക്കമുണ്ടാകാൻ പാടില്ല. പിണക്കമുണ്ടെങ്കിൽ കിടക്കുന്ന കിടപ്പറയിലാണ് ആ പിണക്കം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. ഇത്രയും കൂടെ സൂക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാർ.